latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ഖത്തറിന്റെ വിദേശ നയത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ലെന്ന് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി വ്യക്തമാക്കി. ഇപ്പോഴുള്ള അവസ്ഥയിൽ തങ്ങൾക്ക് എത്ര കാലം മുന്നോട്ടു പോകാൻ കഴിയുമെന്നും സൗദി അടക്കമുള്ളവരുടെ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കൽ സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു. ഖത്തറിന് നേരെയുള്ള എംബാർഗോ എത്ര കാലം നിലനിന്നാലും അത് തരണം ചെയ്യാൻ ഖത്തറിന് സാധിക്കും. ശത്രുരാജ്യങ്ങളിൽ നിന്ന് പോലും ഉണ്ടായിട്ടില്ലാത്ത വെറുപ്പാണ് ഇപ്പോൾ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചവരുടെ നിലപാടിലൂടെ ഖത്തർ നേരിടുന്നത്. ശത്രുരാജ്യങ്ങളോട് തങ്ങൾ തിരിച്ചു സ്വീകരിക്കുന്ന നിലപാടും ഇതുപോലെ ആയിരിക്കില്ലെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ ഖത്തറിനുണ്ട്. ഇപ്പോൾ രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നതിന് ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തേക്ക് ഭക്ഷ്യ ഇറക്കുമതി ചെയ്യുന്നവയിൽ 16% സൗദി അതിർത്തിയിൽ നിന്നും എത്തുന്നത്. ബാക്കിയുള്ളവ മറ്റു രാജ്യങ്ങളിൽ നിന്നാണ്. നിലവിലെ സാഹചര്യത്തിൽ ഖത്തറിനായി തങ്ങളുടെ 3 തുറമുഖങ്ങൾ വിട്ടു നൽകാമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഈ വാഗ്ദാനം തങ്ങൾ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ സൈന്യത്തെ ഏതെങ്കിലും ഭാഗത്തേക്ക് മാറ്റിയിട്ടില്ലെന്നും പ്രത്യേക സേനാവിന്യാസം നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഖത്തർ സേനാവിന്യാസം നടത്തുന്നതായി നേരത്തെ ഊഹാപോഹങ്ങൾ പരന്നിരുന്നു. വിജയകരമായും പുരോഗമനപരമായും മുന്നോട്ടു പോകുന്നതാണ് ഖത്തറിനെ ഒറ്റപ്പെടുത്താനുള്ള കാരണം. എന്നാൽ സ്വതന്ത്ര വിദേശ നയം യാതൊരു കാരണവശാലും ആരുടെ മുന്നിലും അടിയറവ് വെക്കില്ലെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി വ്യക്തമാക്കി. അതിനിടെ സൗദി, UAE തുടങ്ങിയ രാജ്യങ്ങൾ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ അനുരഞ്ജനത്തിനായി ഖത്തറിലെത്തിയ കുവൈത്ത് അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ചർച്ച നടത്തി. കുവൈത്ത് അമീറിന്റെ ഇടപെടലിനെ പൊതുവെ ഏവരും പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അതേസമയം കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഗൾഫ് ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.